നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ നോക്കുമ്പോൾ ദൈവകാരുണ്യത്തെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ഒരു സാധാരണ ധാരണയെ അത് മൊത്തത്തിൽ മാറ്റിമറിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കുന്ന ആളുകൾക്കാണ് ദൈവത്തിന്റെ കാരുണ്യം കിട്ടുക എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് നേരെ തിരിച്ചാണ്. അതെ, ആ ഒരു ചിന്തയെ ഇത് തലകീഴായി നിർത്തുന്നുണ്ട്. വലിയൊരു തെറ്റ് ചെയ്തതിന് ശേഷം എല്ലാം കഴിഞ്ഞു, എനിക്കിനി ഒരു രക്ഷയുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതിലുള്ളത്. കൃത്യമായി. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതാണ്. ഖുർആൻ അനുസരിച്ച് ആരാണ് യഥാർത്ഥത്തിൽ ദൈവകാരുണ്യത്തിന് പ്രത്യാശ വെക്കേണ്ടത്? ഇതിലെ പ്രധാന ആശയം ഇതാണ്. കാരുണ്യം പൂർണ്ണത കൈവരിച്ചവർക്കുള്ളൊരു സമ്മാനമല്ല, മറിച്ച് പരിശ്രമിക്കുന്നവർക്കുള്ളൊരു പ്രതികരണമാണ്. അതായത് വീണുപോയാലും വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളത്. ഇവിടെ വളരെ കൗതുകകരമായൊരു മനഃശാസ്ത്രപരമായ കാര്യമുണ്ട്. ദൈവം നോക്കുന്നത് നിങ്ങളുടെ അവസാനത്തെ റിസൾട്ട് അല്ല, മറിച്ച് നിങ്ങൾ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്നാണ്. നിങ്ങളുടെ യാത്ര ദൈവത്തിലേക്കാണോ അതോ ദൈവത്തിൽ നിന്ന് അകലേക്കാണോ എന്നതാണ് പ്രധാനം. നിങ്ങൾ എവിടെ എത്തി എന്നതിനേക്കാൾ നിങ്ങളുടെ ദിശ എങ്ങോട്ടാണ് എന്നതാണ് ചോദ്യം. അതായത് ലക്ഷ്യസ്ഥാനത്തെത്തിയോ എന്നതിനേക്കാൾ ശരിയായ വഴിയിലാണോ യാത്ര എന്നതാണ് പ്രധാനം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട്. തീർച്ചയായും. ഈ ആശയം തൗബ അഥവാ പശ്ചാത്താപവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി. പശ്ചാത്താപം എന്നു പറയുമ്പോൾ വെറുതെ സോറി പറയുന്നത് പോലെയല്ല, മറിച്ച് ചെയ്ത തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കുകയും ഇനി ആവർത്തിക്കില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമ്പൂർണമായ മാറ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഖുറാനിലെ ഒരു വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യർ അക്രമം ചെയ്യുന്ന സമയത്തുപോലും നിന്റെ രക്ഷിതാവ് അവർക്ക് പാപമോചനം നൽകുന്നവനാണ് എന്ന്. അതായത് മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ പോലും ദൈവം പൊറുക്കാൻ തയ്യാറാണ് എന്നൊരു ഉറപ്പാണ് ആ വചനം തരുന്നത്. ഓക്കേ, അപ്പൊ തുടക്കം തന്നെ വളരെ ശക്തമാണ്. കാരുണ്യം എന്നത് തെറ്റ് ചെയ്തവർക്കു പോലും കിട്ടാവുന്ന ഒന്നാണ്, പക്ഷെ അവർ മടങ്ങിവരണം. അതെ, മടങ്ങിവരണം. ഈ മടങ്ങിവരവിനൊരു പ്രത്യേക മാനസികാവസ്ഥ ആവശ്യമായിരിക്കുമല്ലോ. അവിടെയാണ് ഭയവും പ്രത്യാശയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയെക്കുറിച്ച് ഈ വിവരങ്ങൾ സംസാരിക്കുന്നത്. എനിക്കിതൊരു സംശയമുണ്ട്. ദൈവത്തെ ഭയപ്പെടുകയും അതേസമയം പ്രത്യാശിക്കുകയും ചെയ്യുക എന്നത് ഒരുമിച്ച് എങ്ങനെ സാധ്യമാകും? അതൊരു വൈരുദ്ധ്യമല്ലേ? വളരെ നല്ല ചോദ്യമാണ്. ഒറ്റ നോട്ടത്തിൽ അതൊരു വൈരുദ്ധ്യമായി തോന്നാം, പക്ഷെ അതല്ല. എങ്ങനെയാണ്? ഇതൊരു കാർ ഓടിക്കുന്നത് പോലെയാണ്. ആക്സിഡന്റ് ഉണ്ടാകുമോ എന്നൊരു ഭയമുള്ളതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധയോടെ സ്റ്റിയറിംഗ് പിടിക്കുന്നതും ബ്രേക്കിൽ കാൽ വെക്കുന്നതും. ശരിയാണ്. എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നുള്ള പ്രത്യാശയുള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. ഈ ഭയവും പ്രത്യാശയും ഒരുമിച്ചുള്ളതുകൊണ്ടാണ് യാത്ര സുരക്ഷിതവും ലക്ഷ്യബോധമുള്ളതുമാകുന്നത്. കൊള്ളാം. ആ ഉദാഹരണം വളരെ വ്യക്തമാണ്. അപ്പോൾ ആത്മീയ ജീവിതത്തിലും ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ചു വേണം. അതെ. ഈ സന്തുലിതാവസ്ഥ രണ്ട് അപകടകരമായ അവസ്ഥകളെ തടയുന്നു. ഒന്ന്, ഞാൻ ഒരുപാട് പാപം ചെയ്തു, എനിക്കിനി രക്ഷയില്ല എന്ന പൂർണ്ണമായ നിരാശ. ഓക്കേ. ഈ ഭയം പ്രത്യാശയെ ഇല്ലാതാക്കുമ്പോൾ സംഭവിക്കുന്നതാണിത്. രണ്ട്, എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ദൈവം എന്തായാലും പുറത്തുകൊള്ളും എന്ന ശ്രദ്ധ. ഇവിടെ പ്രത്യാശയുണ്ട്, പക്ഷെ ഒട്ടും ഭയമില്ല. രണ്ടും അപകടമാണ്. ഒന്ന് നിങ്ങളെ ഒരിടത്തും എത്താതെ നിശ്ചലമാക്കുന്നു. അതെ. മറ്റൊന്ന് നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കുന്നു. കൃത്യമായി. ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ രണ്ടിനുമിടയിലുള്ള ഒരു പക്വമായ മനോഭാവത്തെയാണ്. ദൈവത്തിന്റെ നീതിയെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ തെറ്റുകളിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അവന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാളെക്കുറിച്ച് പറയുമ്പോൾ പരലോകത്തെക്കുറിച്ച് ഭയപ്പെടുന്നവനും തന്റെ രക്ഷിതാവിന്റെ കാരുണ്യം ആശിക്കുന്നവനുമായി എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. കണ്ടില്ലേ, ഭയവും പ്രത്യാശയും ഒരുമിച്ചാണ് വരുന്നത്. ശരി. അപ്പോൾ കാരുണ്യം പ്രതീക്ഷിക്കുന്നവർക്ക് ഈയൊരു മാനസിക സന്തുലിതാവസ്ഥ വേണം. ഇനി നമുക്ക് ഒരു പ്രായോഗിക ഉദാഹരണത്തിലേക്ക് വരാം. തീർച്ചയായും. മനുഷ്യരുടെ എല്ലാം പിതാവായ ആദമിന്റെ കഥ ഈ സ്രോതസ്സുകൾ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ ഒരു വലിയ തെറ്റുപറ്റി. പക്ഷെ അതിനുശേഷം അദ്ദേഹം എന്തു ചെയ്തു എന്നതാണ് പ്രധാനം. അതൊരു നിർണായകമായ മാതൃകയാണ്. അദ്ദേഹം ആ തെറ്റിനെ ന്യായീകരിക്കുകയോ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുകയോ ചെയ്തില്ല. അതെ, സാഹചര്യമാണ് എന്നെക്കൊണ്ടിത് ചെയ്യിച്ചത് എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഇല്ല. പകരം അദ്ദേഹം ഉടൻ തന്നെ ദൈവത്തിലേക്ക് മടങ്ങി. ഖുർആൻ പറയുന്നത് ദൈവം അദ്ദേഹത്തിന് ചില വാക്കുകൾ പഠിപ്പിച്ചുകൊടുത്തു, അതുവഴി പശ്ചാത്തപിച്ചു, ദൈവം അത് സ്വീകരിച്ചു എന്നാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല,
മനുഷ്യർക്കെല്ലാവർക്കുമുള്ളൊരു മാതൃകയായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതെ. വീഴ്ച പറ്റാം, പക്ഷേ അതിനുശേഷമുള്ള മടങ്ങിവരവാണ് നിങ്ങളുടെ യഥാർത്ഥ മാനത്വം നിർണയിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ആശയത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. കാരുണ്യം മടങ്ങി വരുന്നവർക്കാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് മടങ്ങിവരവാണ്, വീഴ്ചയല്ല. എഴുന്നേൽക്കുന്നതിലാണ് കാര്യം. ഖുറാനിലെ മറ്റൊരു ഭാഗത്ത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തെറ്റു ചെയ്യുകയും എന്നാൽ ഉടനെ ദൈവത്തെ ഓർക്കുകയും പാപമോചനം തേടുകയും ആ തെറ്റിൽ മനഃപൂർവ്വം ഉറച്ചു നിൽക്കാതിരിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഉറച്ചു നിൽക്കാതിരിക്കുക എന്ന പ്രയോഗം പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മനുഷ്യസഹജമായ ഒരു തെറ്റ് പറ്റാം. പക്ഷേ ഞാൻ ചെയ്തത് ശരിയാണ് എന്ന മനോഭാവത്തോടെ അതിൽ അഹങ്കരിച്ച് ഉറച്ചു നിൽക്കുമ്പോഴാണ് പ്രശ്നം ഗുരുതരമാകുന്നത്. മനസ്സിലായി. തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറുന്നവർക്കാണ് കാരുണ്യം വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പാപം ചെയ്യാത്തവർക്കല്ല കാരുണ്യം. ഓക്കേ. മറിച്ച് പാപത്തിനു ശേഷം തിരിച്ചു വരുന്നവർക്കാണ് എന്ന് ഇത് അടിവരയിടുന്നു. അപ്പോൾ പൂർണ്ണതയല്ല, തിരിച്ചുവരവാണ് പ്രധാനമെന്നാണല്ലോ ഈ സ്രോതസ്സുകൾ പറയുന്നത്. പക്ഷേ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു നിരാശ തോന്നില്ലേ? തീർച്ചയായും. ഇനി മാറിയിട്ടെന്ത് കാര്യം എന്നൊരു തോന്നൽ. ആ നിരാശയെക്കുറിച്ച് നിങ്ങളുടെ കുറിപ്പുകൾ എന്താണ് പറയുന്നത്? അതൊരു വലിയ ആത്മീയ തടസ്സമാണ്. അതുകൊണ്ടാണ് ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത്, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച എന്റെ ദാസന്മാരെ, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും പോർക്കുന്നവനാണ്. ഇതൊരു ഉപദേശമോ നിർദ്ദേശമോ അല്ല, ഒരു കൽപ്പന പോലെയാണ്. നിരാശരാകരുത് എന്ന് ഉറപ്പിച്ചു പറയുന്നു. അതായത് പ്രത്യാശ കൈവിടാതിരിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാണോ? തീർച്ചയായും. നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ ദൈവവും നിങ്ങളും തമ്മിലൊരു അകലമുണ്ടാകുന്നു. എന്നാൽ നിങ്ങൾ നിരാശപ്പെടുമ്പോൾ ആ അകലം നിങ്ങൾ സ്വയം അംഗീകരിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓ ശരി. പ്രത്യാശയെന്നത് വെറുമൊരു തോന്നലല്ല, അതൊരു പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിൽ വിശ്വസിക്കുക എന്നതും ഒരു ആരാധനയാണ്. ഇതിനെക്കുറിച്ചൊരു മനോഹരമായ വാചകം നിങ്ങളുടെ സ്രോതസ്സുകളിലുണ്ട്. എന്താണത്? പ്രത്യാശയുടെ വാതിൽ നിങ്ങൾ അടയ്ക്കുമ്പോൾ മാത്രമേ അത് അടയുകയുള്ളൂ. അത് വളരെ ശക്തമായ ഒരാശയമാണ്. അതായത് കാരുണ്യത്തിന്റെ വാതിൽ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും തുറന്നിരിക്കും. അതെ. പക്ഷെ നമ്മൾ നിരാശപ്പെട്ട് അതിൽ നിന്ന് മുഖം തിരിക്കുമ്പോഴാണ് ആ വഴി അടയുന്നത്. കൃത്യം. അതുകൊണ്ടാണ് നിരാശപ്പെടരുത് എന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത വചനത്തിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് നിങ്ങൾ മടങ്ങുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുവിൻ എന്ന് പറയുന്നത്. നിരാശ എന്ന തടസ്സം മാറ്റി മടങ്ങിവരൂ എന്ന ആഹ്വാനമാണത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കാരുണ്യം എന്നത് വെറുതെ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നല്ല. അതിന് ചില പ്രവൃത്തികൾ ആവശ്യമാണ്. അതെ, അതിന് പരിശ്രമം വേണം. തെറ്റുകളിൽ നിന്നും മടങ്ങിവരിക, ഭയവും പ്രത്യാശയും സന്തുലിതമായി കൊണ്ടുപോകുക, പിന്നെ ഏറ്റവും പ്രധാനമായി ഒരിക്കലും നിരാശപ്പെടാതിരിക്കുക. വളരെ ശരിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചു നോക്കുമ്പോൾ കാരുണ്യത്തിന് അർഹരായവരെ നമുക്ക് 3-4 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. നിങ്ങളുടെ സ്രോതസ്സുകളിൽ പല ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവയെല്ലാം ഈ പ്രധാന ആശയങ്ങളിലേക്ക് വരും. ഓക്കെ, അത് കേൾക്കാൻ താൽപ്പര്യമുണ്ട്. ആ പ്രധാന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ വിഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ മടങ്ങിവരുന്നവരാണ്. ശരി. വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ആത്മാർത്ഥമായി ഖേദിച്ച് തിരിച്ചുവരുന്നവർ. ആദമിന്റെ മാതൃക പിന്തുടരുന്നവർ. ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് പുറത്തു തരണമെന്ന് വിനയത്തോടെ സമ്മതിക്കുന്നവർ. ശരി. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? രണ്ടാമത്തേത് സന്തുലിതാവസ്ഥ പാലിക്കുന്നവർ. അതായത് ദൈവത്തിന്റെ കാരുണ്യത്തിൽ അതിയായി പ്രത്യാശിക്കുകയും അതോടൊപ്പം അവന്റെ നീതിയെക്കുറിച്ച് ആരോഗ്യകരമായൊരു ഭയം സൂക്ഷിക്കുകയും ചെയ്യുന്നവർ. രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിലേക്ക് അടുക്കാൻ നിരന്തരം വഴികൾ തേടുന്നവരുമെല്ലാം ഈ വിഭാഗത്തിൽപ്പെടും. അവരുടെ പ്രവൃത്തികളിൽ ഒരു ജാഗ്രതയും അതേസമയം വലിയ പ്രതീക്ഷയുമുണ്ടാകും. നേരത്തെ രാത്രിയിൽ ആരാധിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്നാൽ ദൈവസാമീപ്യം തേടുക എന്നത് അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? രണ്ടും ഏതാണ്ട് ഒരേ കാര്യമല്ലേ? നല്ല ചോദ്യം. രാത്രിയിലെ ആരാധന എന്നതൊരു പ്രവൃത്തിയാണ്. എന്നാൽ ദൈവസാമീപ്യം തേടുക എന്നത് അതിലും വലിയൊരു മനോഭാവമാണ്. ഓക്കെ. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ ഓർക്കുന്ന, അവന്റെ പ്രീതി ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ്. പ്രവാചകന്മാർ പോലും സ്വന്തം കർമ്മങ്ങളിൽ അഹങ്കരിക്കാതെ പ്രതിഫലദിനത്തിൽ എന്റെ തെറ്റുകൾ പുറത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചത് ഈ മനോഭാവമുള്ളതുകൊണ്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതെ.
ഏറ്റവും ഉന്നതരായവർ പോലും ആശ്രയിക്കുന്നത് സ്വന്തം പ്രവൃത്തിയെയല്ല, ദൈവത്തിന്റെ കാരുണ്യത്തെയാണ്. അപ്പോൾ മൂന്നാമത്തെ വിഭാഗമേതാണ്? മൂന്നാമത്തെ വിഭാഗത്തെ സ്ഥിരോത്സാഹമുള്ള അന്വേഷകർ എന്ന് വിളിക്കാം. അന്വേഷകർ. അതെ, വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, ക്ഷമയോടെ ദൈവമാർഗത്തിൽ പരിശ്രമിക്കുന്നവർ, രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ. അവരൊരുപക്ഷേ സമൂഹത്തിൽ വലിയ സ്ഥാനമില്ലാത്തവരാകാം, പക്ഷെ അവരുടെ ആത്മാർത്ഥതയും സ്ഥിരോത്സാഹവുമാണ് അവരെ കാരുണ്യത്തിന് അർഹരാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്കെന്താണ് അർത്ഥമാക്കുന്നത്? ഈ സ്രോതസ്സുകളിൽ നിന്നുള്ള പ്രധാന സന്ദേശം വളരെ വ്യക്തമാണ്. കാരുണ്യമെന്നത് പൂർണ്ണതയ്ക്കുള്ള ഒരു സർട്ടിഫിക്കറ്റല്ല, അല്ലേയല്ല. അത് മടങ്ങിവരവിനോടും പരിശ്രമത്തോടുമുള്ള ദൈവത്തിന്റെ ഒരു പ്രതികരണമാണ്. നിങ്ങൾ നൽകിയ കുറിപ്പുകളിലെ ആ ഒരു വാചകം എനിക്കിഷ്ടപ്പെട്ടു. മേഴ്സി ഈസ് ഫോർ മൂവേഴ്സ്, നോട്ട് ഫോർ ക്വിറ്റേഴ്സ്. അതായത്, കാരുണ്യം മുന്നോട്ടു പോകുന്നവർക്കാണ്, പിന്മാറുന്നവർക്കല്ല. അതെ, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്നതാണ് പ്രധാനം. ഒരു സ്റ്റാറ്റിക്കായ അവസ്ഥയല്ല, ഡൈനാമിക്കായ ഒരു പ്രക്രിയയാണിത്. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത്, ഖുർആൻ അനുസരിച്ച് ദൈവകാരുണ്യമെന്നത് ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബല്ല. അത് തെറ്റുപറ്റാത്തവർക്ക് മാത്രമുള്ള ഒന്നല്ല. അല്ല, മറിച്ച് വീണുപോകുമ്പോഴും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന, പരിശ്രമിക്കുന്ന, ഭയത്തിനും പ്രത്യാശയ്ക്കുമിടയിൽ ജീവിതം കൊണ്ടുപോകുന്ന, ഒരിക്കലും പ്രതീക്ഷ കൈവിടാത്ത എല്ലാവർക്കുമായി തുറന്നിട്ടൊരു വാതിലാണ്. തുറന്ന വാതിൽ എന്ന ആശയം തന്നെയാണ് ഇതിന്റെ എല്ലാം കാതൽ. നിങ്ങളുടെ സ്രോതസ്സുകളിൽ അശ്രദ്ധയില്ലാതെ പ്രത്യാശിക്കാൻ ഖുർആൻ ഹൃദയത്തെ എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നൊരു മനഃശാസ്ത്രപരമായ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായൊരു ചോദ്യമിതാ: കാരുണ്യം ആർക്കാണ് ലഭിക്കുക എന്നറിയുന്നതിനപ്പുറം ഉത്തരവാദിത്വവും പ്രത്യാശയും തമ്മിലുള്ള ഈ സന്തുലിതാവസ്ഥ ദൈനംദിന ജീവിതത്തിൽ നിലനിർത്താൻ ഈ തത്വങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ എങ്ങനെയായിരിക്കാം രൂപപ്പെടുത്തുന്നത്?